സമാധാനം നിങ്ങളോട് കൂടെ. മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനേകം പേർ ഈശോയെ അനുഗമിച്ചു. അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് അവൻ അവരെ വിലക്കി. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാനാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ചവയ്ക്കുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയുമില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാണ ഓടിക്കുകയില്ല. പുകഞ്ഞതിരെ കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളിലാണ് നമ്മൾ. തിരുനാൾ നാളെ ഔദ്യോഗികമായി കൊടിയേറി ആരംഭിക്കും. അതിനു മുമ്പുള്ള ഈ ദിവസങ്ങളിൽ പതിവ് പോലെ നമ്മൾ പരിശുദ്ധ അമ്മയുടെയും മറിയൗസ്യ പിതാവിൻ്റെയും മാധ്യസ്ഥം സവിശേഷമായി തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവകൃപ യാചിക്കുന്നു. ഇടവക തിരുനാൾ ഇടവകയുടെ ആഘോഷമാണ്. എല്ലാവരും സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യമത്യത്തോടും കൂടി പങ്കുചേരുന്ന കൂട്ടായ്മയാണ് നമ്മുടെ ഇടവക തിരുനാൾ എന്ന് പറയുക. അതിനാത്മീയമായിട്ടുള്ള മാനങ്ങൾ എന്നതുപോലെ തന്നെ അതിന് ഭൗതികമായിട്ടുള്ള മാനങ്ങളുമുണ്ട്. സാമൂഹികവും സാംസ്കാരികവുമായ സ്വഭാവം തിരുനാളുകൾക്കുണ്ട് എന്ന് നമുക്കറിയാം. തിരുനാൾ ആഘോഷങ്ങളുടെ എല്ലാം കേന്ദ്രം ഈ ഇടവക സമൂഹം ഒന്നു ചേർന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായി സമ്മേളിക്കുന്നതും അവിടുത്തെ ബലിയിൽ പങ്കുചേരുന്നതുമാണ്. അതിൽ നിന്നാണ് ഉത്ഭവിക്കുക. ആ സമൂഹത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് പരിശുദ്ധ കുർബാന. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചൈതന്യത്തിലാണ് നമ്മൾ മറ്റ് ആഘോഷങ്ങളിലേക്ക് കടക്കുക. നമ്മൾ വീഥികളൊക്കെ അലങ്കരിച്ച് പള്ളിയും നമ്മുടെ വീടുകളും ഒക്കെ മനോഹരമായി അലങ്കരിച്ച് ഒക്കെ നമ്മൾ ഇതിൽ പങ്കുചേരുകയാണ്. ഈ ഒരു കൂട്ടായ്മ അത് ഓരോ വർഷവും വർദ്ധമാനമാകുക എന്നുള്ളതാണ് തിരുനാൾ ആഘോഷങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധന്തിമാരെയും ഈ തിരുനാൾ നടത്തുന്നവരെയും പരിശുദ്ധ അമ്മയുടെയും മറിയൗസ്യ പിതാവിൻ്റെയും പ്രാർത്ഥനയാൽ കർത്താവായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഒരു ഏടാണ്. നമ്മളിപ്പോൾ ദനഹാകാലത്തിലാണ്. ദനഹാകാലം നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അനുസ്മരണവും ആവിഷ്കരണവുമാണ്. പരസ്യ ജീവിതകാലത്ത് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. ഉദയം, പ്രത്യക്ഷീകരണം എന്നെല്ലാമാണ് ദനഹ എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് ഉദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതം. അവൻ്റെ വാക്കുകളിലൂടെ, അവൻ്റെ പ്രവൃത്തികളിലൂടെ അവൻ തന്നെ വെളിപ്പെടുത്തി.
പിതാവിനെയാണ് വെളിപ്പെടുത്തുക. പിതാവ് എന്താണോ പറയാൻ ആവശ്യപ്പെട്ടത് അതാണ് അവൻ പറഞ്ഞത്. അവൻ തന്നിലൂടെ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. അവൻ്റെ പ്രവൃത്തികളെല്ലാം ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായി. അവൻ്റെ വാക്കുകൾ, അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ എല്ലാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യത്തിൻ്റെ പ്രഘോഷണമായി. ദൈവം നമ്മുടെ കൂടെയുള്ളവനായി. ഈ ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും പിന്നീട് ലോകം മുഴുവനും നൽകിയ സുവിശേഷമെന്ന് പറയുക. നമ്മുടെ കർത്താവിനെ തന്നെ ഇമ്മാനുവേൽ എന്നാണ് തിരുവചനം നിർവചിച്ചിരിക്കുന്നത്. ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം നമ്മോടുകൂടെ എന്നാണ് അർത്ഥം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, അവൻ പല കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ച്. അവൻ ചെയ്തതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ക്ഷമയുടെയും പ്രവൃത്തികളായിരുന്നു. അതിനാണ് നമ്മൾ നന്മ എന്ന് പറയുക. യഥാർത്ഥ നന്മ ദൈവം കർത്താവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തെ മുഴുവൻ നിർവചിച്ചിരിക്കുന്നത് സുവിശേഷത്തിൽ ഒറ്റ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നു. ഹി വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയവനാണ് കർത്താവ്. ആ നന്മയിലൂടെയാണ് അവൻ താൻ ആരാണ് എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. കേവലം കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് കടന്നുപോയവനല്ല. അവൻ എന്തായിരുന്നുവോ അത് അവൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഒരു വ്യക്തി എന്താണ്, അതാണല്ലോ അയാളുടെ വാക്കുകളും പ്രവൃത്തികളും വെളിപ്പെടുത്തുക. നമ്മുടെ കർത്താവ് നന്മയായതുകൊണ്ട് അവൻ്റെ എല്ലാ വാക്കുകളും അവൻ്റെ എല്ലാ പ്രവൃത്തികളും ഈ നന്മയുടെ വെളിപ്പെടുത്തലായി. അവൻ തന്നെ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് നമ്മളുടെ നാവിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ചും ഇങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനായി പറ്റും. ഹൃദയം ഗർഭം ധരിക്കുന്നതാണ് നമ്മളുടെ കരങ്ങൾ പ്രസവിക്കും. അതിന് മനോഹരമായ ഉദാഹരണമായി വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമൊക്കെ പറയുന്ന ഉദാഹരണം കായേൻ്റെ കഥയാണ്. കായേൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പക, അവൻ്റെ ഹൃദയം ഗർഭം ധരിച്ച പക സഹോദരൻ്റെ കൊലപാതകമായി അവൻ്റെ കരങ്ങൾ പ്രസവിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് അവൻ്റെ കരങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് നന്മയായതുകൊണ്ട് അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം നന്മയാണ്. ആ നന്മയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുക. ഇതാണ് വിശ്വാസമെന്ന് പറയുന്നത്. അവൻ്റെ ആ നന്മയുടെ പൂർണ്ണതയാണ് കുരിശിൽ കാണുക. അതുകൊണ്ടാണ് അവിടുന്ന് പറയുക, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എങ്ങനെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. അവനിലേക്കാണ് നമ്മളെല്ലാവരും ആകർഷിക്കപ്പെടുക, അവൻ്റെ നന്മയിലേക്ക്, അവൻ്റെ കൃപയിലേക്ക്. ഇതാ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെ. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നന്മയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവർ അവനോട് താദാത്മ്യപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. നമ്മൾ കർത്താവിനോട് ഏകീഭവിക്കുന്നു. അതാണല്ലോ മാമോദീസായിലൂടെ സംഭവിക്കുക. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും കർത്താവിന് അനുരൂപപ്പെടുന്നു.
അങ്ങനെ വരുമ്പോൾ കർത്താവ് എന്തായിരിക്കുന്നുവോ അത് ആയിരിക്കുക. അതാണ് നമ്മുടെ വിളി, നമ്മുടെ വിശ്വാസത്തിൻ്റെ വിളി, നമ്മുടെ സാക്ഷ്യം അതാണ്. ആ സാക്ഷ്യത്തിൻ്റെ നിർവഹണം അത് നമ്മളുടെ ജീവിതത്തിലൂടെ സംഭവിക്കണം. അതാണ് നമ്മുടെ ക്രൈസ്തവ ആധികാരികത എന്ന് പറയുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത അതാണ്. നമ്മളൊരു ക്രൈസ്തവരായിരിക്കുന്നു എന്നുള്ളത്. അത് ഒരിക്കലും പൊള്ളയായിട്ടുള്ള ഒരു സംഗതിയാകാൻ പാടില്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മളുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അതാണ് അതിൻ്റെ ഒരു ആധികാരികത, വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും. പക്ഷേ എന്താ സംഭവിക്കുക? പലപ്പോഴും ഈ ഒരു ആധികാരികമായ സാക്ഷ്യം ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയെങ്കിൽ അവനെപ്പോലെ അവൻ്റെ സ്നേഹത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുകയും അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, മാർ യൗസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായം മുടിയൂർക്കരക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെയും മാർ യൗസേപ്പ് പിതാവിൻ്റെയും മഹത്വത്തിനായി നിങ്ങൾക്ക് നടത്താൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.